നമസ്കാരം. ഞാനെന്നുള്ളത് ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലാണ്. ഇരിഞ്ഞാലക്കുടയുടെ ഒരു ഹൃദയഭാഗം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ ക്രൈസ്റ്റ് കോളേജ് റോഡ്. ഈ റോഡിൻ്റെ ഒരു ശോചനീയമായിട്ടുള്ള അവസ്ഥ നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന ഈ ഒരു നഗരത്തിലേക്ക് ഒരാളും വരാനായിട്ട് ആഗ്രഹിക്കില്ല. അത്രയ്ക്ക് ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. നമ്മൾ നോക്കും, ഇതൊരു ഏകദേശം 20 വർഷമായിട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം UDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി കൂടിയാണ്. അപ്പോൾ ഇതിലെ വരുന്ന വാഹനങ്ങൾ മുഴുവനും ഏത് രീതിയിലാണ് ഈ റോട്ടിലൂടെ പോകുന്നതെന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയ്ക്ക് ദയനീയമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ നാട് ഭരിക്കുന്ന ആളുകൾ, അത് മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, പഞ്ചായത്ത് ആയിക്കോട്ടെ, സംസ്ഥാനമായിക്കോട്ടെ, നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ ഇവിടെ ഭരിക്കുന്ന ആരാണെങ്കിലും അവരെ സംബന്ധിച്ച് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യവും ചെയ്യുന്നില്ല എന്നുള്ളത് ഇതിലൂടെ തന്നെ നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ബസ് പോകുന്ന ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ സാഹചര്യം നമ്മുടെ ഈ പറയുന്ന കൊച്ചു കേരളത്തിലുള്ളത് എത്രയ്ക്ക് വലിയ ദയനീയമായിട്ടൊരു സംഭവമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഇന്നോ ഇന്നലെയോ അല്ല. നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടിൽ മഴക്കാലം വരുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിൽ തന്നെ റോഡുകൾ പൊട്ടിപ്പൊളിയുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഈ റോഡുകൾ പൊട്ടിപ്പൊളിയുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഴക്കാലത്തിന് മുന്ന് നടത്തേണ്ട പ്രവർത്തികളൊന്നും തന്നെ ചെയ്യാതെ പൂർണ്ണമായിട്ടും ഇത് തകർന്ന് അടിഞ്ഞ് നാട്ടുകാർക്ക് ഒരിക്കലും മര്യാദയ്ക്ക് ഇവിടെ വാഹനം ഓടിച്ചു പോകാൻ സാധിക്കാത്ത തരത്തിലേക്ക് എത്രത്തോളം ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാകണമോ അതാക്കിയിട്ട് മാത്രമേ നമ്മുടെ നാട്ടിലുള്ള ഭരണാധികാരികൾ മുന്നോട്ട് പോകാറുള്ളൂ. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മൾക്കറിയാം, നമ്മുടെ രാജ്യം വലിയ രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള സിറ്റുവേഷൻ നടക്കുന്നത് വലിയ രീതിയിൽ തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ രീതിയിൽ തന്നെ നാണക്കേടാണെന്നുള്ളതിന് ഒരു തർക്കമില്ല. വരും തലമുറ പഠിച്ച് വളർന്ന് വലുതായി നമ്മുടെ സമൂഹത്തിന് മാതൃകയാകേണ്ട ഇവിടെയുള്ള വിദ്യാർത്ഥികൾ പ്രധാനമായിട്ട് സഞ്ചരിക്കുന്നൊരു റോഡാണ്. അത് നമ്മൾക്കറിയാം, ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് റോഡിൻ്റെ ഒരു സിറ്റുവേഷനാണ്. ഇത് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ഇതേ സമാനമായിട്ടുള്ള സാഹചര്യമാണ്. ഇപ്പോൾ വാഹനങ്ങളൊന്നും തന്നെ റോഡിലൂടെയല്ല, റോഡിന് സൈഡിലൂടെ മാത്രമേ ഇവർക്ക് വാഹനം ഓടിച്ചു പോകാൻ സാധിക്കുന്നുള്ളൂ. ഇത് സംസാരിച്ചിട്ടോ പറഞ്ഞിട്ടോ പ്രതിഷേധിച്ചിട്ടോ ഇത്രയും നാളായിട്ടും നമ്മുടെ ഈ പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണാധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യം വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ട് വോട്ട് ചെയ്യാനെത്തുന്ന ഓരോ വോട്ടർമാരും മനസ്സിലാക്കേണ്ടത്. കാരണം 20 വർഷമായിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന ഈ ഒരു മുനിസിപ്പാലിറ്റിയുടെ ദയനീയമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരാണ് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങളിവിടെ അധികാരത്തിൽ വരുമെന്ന്. അപ്പോൾ ഇതുപോലെ ജനങ്ങളെ എത്രത്തോളം കൊള്ളയടിച്ച് ജനങ്ങളുടെ പണം കൃത്യമായിട്ട് വിനിയോഗിക്കാതെ ഇനി മഴക്കാലം കഴിയാൻ വേണ്ടി കാത്തിരിക്കണം. ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഇവിടെ അടുത്തൊരു നവംബറോട് കൂടിയിട്ട് മാത്രമാണ് നമ്മുടെ നാട്ടിൽ മഴ എന്ന് പറയുന്ന സംഭവം ഇല്ലാതാകുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഒരു വിധി എഴുതാൻ കൃത്യമായിട്ടൊരു അവസരം കൂടിയാണ്. നാട്ടുകാർക്കും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനും ഗുണമില്ലാത്ത ഒരു ഭരണാധികാരികളും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. അത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കേണ്ടത് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതിനുള്ള ഒരു ഏറ്റവും വലിയ അവസരമാണ് ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾക്കൊരു വോട്ടായിട്ട് മാറുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് കൃത്യമായിട്ട് വിനിയോഗിക്കാതെ ഇതുപോലെ ഉള്ളൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട്ടിലുള്ള അനാവശ്യമായിട്ടുള്ള ഒരു പ്രയോജനവുമില്ലാത്ത ഭരണാധികാരികളെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ എന്തിന് വോട്ട് ചെയ്യുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ ഭരണമാറ്റം ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാകേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. കാരണം അത്രത്തോളം തന്നെ ഈ കഴിഞ്ഞ ഒരു 6 മാസങ്ങൾക്ക് മുന്നേ ഇരിഞ്ഞാലക്കുട ടൗണിൽ തന്നെ റോട്ടിലെ കുഴിയിൽ വീണിട്ട് ഒരു സഹോദരൻ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനോ അവർക്ക് വേണ്ട ആ കുടുംബത്തിൻ്റെ ഒരു അത്താണിയാണ് ആ ഒരു കുഴിയിൽ വീണുകൊണ്ട് ആളുടെ ജീവൻ നഷ്ടപ്പെട്ടതോടു കൂടി തന്നെ ആ കുടുംബത്തിനുണ്ടായത്. എത്രയ്ക്ക് വലിയ ഒരു ദുരിതമാണെന്ന് നോക്കണം. നമ്മൾ ഹെൽമെറ്റ് വെച്ചും അല്ലെങ്കിൽ ഹെൽമെറ്റ് വെക്കാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൈ കാണിച്ച് നിർത്തി പെറ്റിയടക്കുന്ന പോലീസ്, അതോടൊപ്പം തന്നെ ഒരു ഇൻഷുറൻസ് മുടങ്ങി അല്ലെങ്കിൽ 1-2 ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ഈ പറയുന്ന റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള MVD അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൃത്യമായിട്ട് പെറ്റി അടപ്പിക്കും. അവനെ എത്രത്തോളം മികച്ച രീതിയിലുള്ള പെറ്റി അവന് കൊടുക്കാൻ പറ്റും അത് അവർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ റോട്ടിലേക്ക് ഇറങ്ങി
സമാധാനപരമായിട്ട് സുഖകരമായിട്ട് വാഹനം ഓടിക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കുക. എത്രത്തോളം വലിയ മൃഗീയമായിട്ടുള്ള ഒരു നീചമായിട്ടുള്ള ഭരണാധികാരികൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾക്കറിയാം ഒരു നഗരത്തിൽ എത്രത്തോളം ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ടോ. ഇപ്പോൾ ഇരിഞ്ഞാലക്കുട നഗരത്തിൽ മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നിരവധി ഓട്ടോ സ്റ്റാൻഡുകളിൽ ഒരുപാട് ഓട്ടോ തൊഴിലാളികൾ വാഹനം ഓടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു നമ്മുടെ ഇരിഞ്ഞാലക്കുടയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റാൻഡുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നിരവധി ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണ്. ഈ തൊട്ടടുത്തുള്ള ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് അടക്കമുള്ള ബസ്സുകൾ എത്തുന്നതും ഈ സ്റ്റാൻഡിലേക്കാണ്. കൂടാതെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ട്, ആ റൂട്ടിലെ ഓടുന്ന ബസ്സുകൾ പൂർണ്ണമായിട്ടും ഇതേ വഴി തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്കാർക്കും തന്നെ സമാധാനപരമായിട്ടോ സ്വസ്ഥമായിട്ടോ ഇവിടെ വാഹനം ഓടിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഈ ഇരിഞ്ഞാലക്കുടയിലെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന UDFൻ്റെ അണ്ണന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതുപോലെയുള്ള സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഇവിടുത്തെ LDF എന്ന് പറയുന്ന സംസ്ഥാനം ഭരിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പ്രശ്നം അല്ലെങ്കിൽ ഈ പറയുന്ന CPMൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരോ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമ്മുടെ ഓരോ വോട്ടും രേഖപ്പെടുത്തിയാൽ മാത്രമേ ഇതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് മാറ്റാൻ സാധിക്കുള്ളൂ. അത്രയ്ക്ക് ദയനീയമാണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന റോട്ടിലെ കുഴിയിൽ വീണ് മരണപ്പെട്ട ഇരിഞ്ഞാലക്കുട സ്വദേശി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പോലും ഒരു തരത്തിലുമുള്ള സഹായം നൽകാൻ മുനിസിപ്പാലിറ്റി തയ്യാറായില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരണപ്പെട്ടിട്ട് ഏകദേശം 6 മാസങ്ങൾക്ക് ശേഷം മാത്രമാണ് ആ റോഡിൻ്റെ ഒരു കുഴി മാത്രമായിട്ട് അടച്ചത്. റോഡ് പണി പൂർത്തിയാക്കാനായിട്ട് അവർക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഇപ്പോൾ ചെന്നാലും നമ്മൾക്ക് കാണാൻ സാധിക്കും അത്രക്ക് ദയനീയമായിട്ടുള്ള സിറ്റുവേഷനിലൂടെ നമ്മുടെ ഈ ഒരു സമൂഹത്തെ മാറ്റിമറിക്കുകയാണ്. രാജ്യം വികസിച്ച് മുന്നോട്ട് പോകുന്ന സമയത്തും ഈ പറയുന്ന ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലെ റോഡുകളുടെ ഒരു സിറ്റുവേഷൻ ഇതാണ്, ഈ ഒരു അവസ്ഥയാണ്. അത് പ്രധാനമായിട്ട് പൊളിഞ്ഞു കിടക്കുന്ന റോഡ് എന്നുള്ള നിലയിൽ ഇവിടെ നിങ്ങളെ മുന്നിലേക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ ദയനീയമായിട്ടുള്ള അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാകും ഇവിടെ ഇങ്ങനൊരു ഭരണമുണ്ടോ, ചെയർമാനുണ്ടോ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവുണ്ടോ, ഇവിടെ ഈ പറയുന്ന ഭരണകക്ഷിക്ക് കൗൺസിലർമാരുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അത്രയ്ക്ക് ദയനീയമാണ്, മോശമാണ്, ഒരു സംശയമില്ല. ജനങ്ങളുടെ പ്രതികരണം വോട്ടിലൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിന് കൃത്യമായിട്ട് പ്രതികാരം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്കിനി ഇവിടെ ചെയ്യാനുള്ളത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇരിഞ്ഞാലക്കുടയിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.